ചിരിച്ചുകൊണ്ടൊരു കാര്യം പറയാമെന്ന് വിചാരിച്ച്. നമ്മൾ സങ്കടം നിറഞ്ഞ കഥകളല്ലേ പറയുന്നത്, അപ്പം അമ്മക്കൊന്ന് ചിരിക്കാമെന്ന് വിചാരിച്ചു. തൊണ്ടി മുതലും ദൃക്സാക്ഷി എന്ന് പറയുന്ന ഒരു സിനിമ, അതിന് സമാനമായ ഒരു കഥ. അത് നമുക്ക് ഇപ്പോൾ ചിരിച്ചുകൊണ്ട് മാത്രമേ പറയാൻ പറ്റുള്ളൂ. 2 ദിവസം മുമ്പ് ഒരു സംഭവം ഉണ്ടായി. പാലാർക്കോട് വേലയ്ക്കിടെ മധുര സ്വദേശിയായ മുത്തപ്പൻ എന്ന് പറയുന്ന ആള് ഒരു 2 വയസ്സായ കുട്ടിയുടെ കഴുത്തിൽ നിന്നും, ഒരമ്മ ഒരു കുട്ടിയെ കൊണ്ട് അവിടെ വരികയാണ്. ആ കുട്ടിയുടെ കഴുത്തിൽ നിന്നും മുത്തപ്പൻ എന്ന് പറയുന്ന ആള് മാല മോഷ്ടിക്കുന്നു. അപ്പം ഈ അമ്മ പ്രശ്നം ഉണ്ടാക്കുന്നു, അമ്മ ബഹളം ഉണ്ടാക്കുന്നു. ഈ കുട്ടിയുടെ കഴുത്തിൽ നിന്ന് മാല മോഷ്ടിച്ചപ്പോൾ ഈ അമ്മ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കി. അത് അപ്പോഴും ആളുകളെല്ലാവരും അവിടെ കൂടി. ആളുകളെല്ലാവരും കൂടിയപ്പോൾ ഇയാളെന്തോ ചെയ്ത് ഈ മാല വിഴുങ്ങി. ഈ അമ്മ ബഹളം വെച്ച് ഈ ആളുകളെ അറിയിക്കുകയും ഇതുപോലെ മാല വിഴുങ്ങി, ഇയാൾ കുട്ടിയുടെ കഴുത്തിൽ നിന്ന് പൊട്ടിച്ച് മാല വിഴുങ്ങി എന്ന് പറഞ്ഞ് എന്തോന്ന് ചെയ്യും. വിഴുങ്ങിയത് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ബഹളം വെച്ച് ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടി ഇയാളെ പോലീസിൽ ഏൽപ്പിച്ച് പിന്നെയാണ് കോമഡി കിടക്കണത്. കണ്ട് ചിരിച്ച് ഊപ്പാട് വന്നു. ഇയാളെന്തോന്ന് ചെയ്തു, പോലീസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. അപ്പം ഈ മാല എങ്ങനെ എടുക്കും? മാല എടുക്കാൻ ഒരു നിവർത്തിയില്ല. അങ്ങനെ ഇയാൾ വിഴുങ്ങി എന്ന് പറഞ്ഞാൽ ആദ്യം ഇയാളടുത്ത് ചോദിച്ചപ്പം ഇയാൾ സമ്മതിച്ചില്ല. അങ്ങനെ എക്സ്റേ എടുത്ത് നോക്കിയപ്പം 3/4 പവൻ്റെ മാലയാണ്. എക്സ്റേ എടുത്ത് നോക്കിയപ്പം വയറിനകത്ത് മാല കിടക്കണം. ആൾ വിഴുങ്ങി, അപ്പം വയറിനകത്ത് മാല കിടക്കണം. അങ്ങനെ എന്തോ ചെയ്ത് ഇയാളെ അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. ഇയാൾക്ക് ഫുഡെല്ലാം കൊടുക്കണം. ഫുഡ് വയറ് നിറച്ച്. പോലീസന്മാരെ ഒരു ഗതികേടേ. ഈ പോലീസ് ഇരിക്കുന്നതൊക്കെ കണ്ടപ്പം സങ്കടവും വരുന്നു, ചിരിയും വരുന്നു. ആകെ കൊണ്ടൊരു ഇത് തന്നെയായിരുന്നു. അങ്ങനെ പോലീസ് ഇങ്ങനെ കള്ളൻ അപ്പുറത്തെ സൈഡിന് ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. പോലീസ് ഇപ്പുറത്തിരിപ്പുണ്ട്. 2 പോലീസ്. അവർ ഇരുന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരിക്കുമ്പോൾ തന്നെ മടുക്കും. പിന്നെ അടുത്ത ഡ്യൂട്ടി പോലീസന്മാർ അടുത്തത് വരും, രാത്രിയിൽ വെളുക്കണവരെ. അങ്ങനെ അവർ മാറിയും തിരിഞ്ഞും ഈ 2 പേര് വെച്ച് ഈ കള്ളനെ സംരക്ഷിക്കാനായിട്ടിരുന്നു. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടും ഇയാളെ മലം പോണില്ല. ആവുന്ന കണക്കെല്ലാം ശ്രമിച്ചു നോക്കി, വയറ് നിറച്ച് ഫുഡ് കൊടുത്ത് നോക്കി. പിന്നെ പാളയംകോടൻ പഴം, റോബസ്റ്റ പഴം, ഇങ്ങനെയൊക്കെയുള്ള മല ഇളകി പോവാനായിട്ടുള്ള പഴവർഗ്ഗങ്ങളെല്ലാം കൊടുത്തു. വയറ് നിറച്ച് ഫുഡ് കൊടുത്ത്, വെള്ളം കൊടുത്തു. എന്നിട്ടും ഇയാളെ മലം പോണു. പിന്നെ അവസാനം 3 ദിവസമായപ്പം പോലീസന്മാർക്ക് ഒരു സന്തോഷ വാർത്ത കിട്ടി. അതുവരെ ദുഃഖമായിരുന്നു. പോലീസിന് വിഷമം. ഇങ്ങനെ നോക്കി ഇരിക്കണ്. പോലീസന്മാർ കവറും പിടിച്ചുകൊണ്ടാണ് ഇരിക്കണത്. ടോയ്ലറ്റിൽ പോകാൻ പറ്റൂല. പോയി കഴിഞ്ഞാൽ മാല പോകൂലേ. അങ്ങനെ എന്തോ ഇത് കവറും പിടിച്ചുകൊണ്ട് നിന്നിട്ട് 3ൻ്റെ അന്ന് കവറ് കാട്ടി മല എടുത്തപ്പോഴത്തേക്ക് കാണാം. എന്നിട്ട് എന്തോ ചെയ്യണം? എൻ്റെ പൊന്നോ, ഈ പോലീസന്മാരെ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. മല എടുത്തിട്ട് അത് കൊണ്ടുവന്ന് എനിക്ക് ഓർക്കാനും പറ്റും. നോക്കിയപ്പോഴത്തേക്ക് അതിനകത്ത് കിടക്കണം മാല. പോലീസന്മാർക്ക് സന്തോഷമായി. ഇത് കിട്ടിയല്ലോ. എന്ത് തന്നെ ആയാലും പാവം, പോലീസിൻ്റെയൊക്കെ ഡ്യൂട്ടിയല്ലേ, ഇത്രയും ഗതികേട്, കഷ്ടം. അത് ചെതഞ്ഞെടുത്ത് കഴുകി, എന്തൊക്കെയോ ഉപയോഗിച്ച പോലീസ് കഴുകി അവർ വൃത്തിയാക്കി എടുത്ത് കയ്യൊറയൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നാൽ തന്നെ പോലീസിൻ്റെയൊക്കെ ഒരു ഗതികേട്. കള്ളൻ എന്തോന്ന് ഇത് വയറീന്ന് പോയ സന്തോഷം കൊണ്ട് കള്ളനങ്ങ് 3 ദിവസം കൊണ്ട് പിടിച്ചു വച്ചിരിക്കുകയായിരുന്നു. അതെല്ലാം പുറത്ത് വിട്ടല്ലോ. കവറ് കാട്ടി എന്തായാലും എടുത്ത് പിന്നെ അതിനെന്തോന്ന് ഇത് കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്ത്. പിന്നെ അവർക്ക് കുറച്ച് ഇതുണ്ടല്ലോ, ഇതെന്തായാലും കേസ് പോയതല്ലേ. പിന്നെ ഉടനെ ഏൽപ്പിക്കാനായിട്ടുള്ള തീരുമാനമായി. അതിന് കുറച്ച് ഇതൊക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഉടനെ ഏൽപ്പിക്കണമെന്നുള്ള. എൻ്റെ പൊന്ന് കള്ള. അന്നേരം പോലീസന്മാർ കിടന്ന് ഇത് വാരേണ്ട അവസ്ഥ വന്നല്ലോ, കവറ് കാട്ടി എടുക്കേണ്ട അവസ്ഥ വന്നത് ഓർമ്മിക്കുമ്പോഴത്തേക്ക് ചിരി വരെ എന്നെ ചെയ്യണത്. 3 ദിവസം അവർ കഷ്ടപ്പെട്ട് പെടാപ്പാട് വിട്ട്, ഉറക്കമില്ല. എന്തായാലും കള്ളനെ സമ്മതിച്ച് തരണം മലം പിടിച്ചു വെച്ചതിന്.
പിന്നെ അവസാനം അത് പുറത്ത് കവറിലോട്ട് ഇട്ടതിന് എല്ലാത്തിനും പോലീസ് ചെതഞ്ഞതിന് എല്ലാം കൊള്ളാം, പൊളിയായിട്ടുണ്ട്. എന്തായാലും സാധനം കിട്ടി.